കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് മെൻസ് ഹോസ്റ്റലിൽ വൻ കഞ്ചാവ് വേട്ട. 2 കിലോയോളം കഞ്ചാവ് ഇവിടെ നിന്ന് പിടികൂടി. 3 വിദ്യാർത്ഥികൾ അറസ്റ്റിലായിരിക്കുന്നു. ഒരാൾ SFI യൂണിയൻ ജനറൽ സെക്രട്ടറി എന്ന പ്രിൻസിപ്പൽ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഹോളി ആഘോഷത്തിനായിട്ടാണ് ഇവിടേക്ക് കഞ്ചാവ് എത്തിച്ചതെന്ന് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴിയും നൽകി. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നു. രേഷ്മ, ഒന്ന്, ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടി എന്നതിന് ഗുരുതരമായ ഒരു സംഭവമാണ്. മണിക്കൂറുകൾ നീണ്ട പരിശോധന പോലീസ് ഇവിടെ നടത്തേണ്ടി വന്നു. 2, SFI നേതൃത്വം നൽകുന്ന ക്യാമ്പസാണ്. SFI യൂണിയൻ സെക്രട്ടറി തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പരിശോധനയിലാണ് ഈ കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. 7 മണിക്കൂറോളം, അതായത് ഇന്നലെ രാത്രി 9 മണി മുതൽ രാവിലെ പുലർച്ചെ 4 മണി വരെയായിരുന്നു പരിശോധന നടത്തിയത്. പോലീസിന്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഡാൻസ് ഓഫ് സംഘത്തിന്റെയും സംയുക്തമായിട്ടുള്ള പരിശോധനയിലാണ് 2 കിലോയോളം കഞ്ചാവ് ഈ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്നും കണ്ടെടുത്തത്. വിദ്യാർത്ഥികളുടെ റൂമുകളിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും 3 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 3 വിദ്യാർത്ഥികൾ, അവരുടെ പേരുകളെന്ന് പറയുന്നത് അഭിരാജ്, അതോടൊപ്പം തന്നെ ആകാശ്, ആദിത്യൻ. ഇവരാണ്. ഇതിൽ അഭിരാജ് SFIയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി എന്നാണ് പ്രിൻസിപ്പൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രിൻസിപ്പൽ നമ്മളോട് സംസാരിച്ച സമയത്ത് പറഞ്ഞത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ക്യാമ്പസിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള അത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്ക് കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടെന്നും അത് ഹോളി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് മെൻസ് ഹോസ്റ്റലിൽ അടക്കം വിതരണം ചെയ്യാനായിട്ടും അവിടെ വെച്ചിട്ടുണ്ടെന്നുമാണ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരം. അത് സ്ഥിരീകരിച്ച ശേഷമാണ് പോലീസ് ക്യാമ്പസിനുള്ളിൽ പ്രവേശിച്ചുകൊണ്ട് പരിശോധന നടത്തിയത്. പരിശോധന നടക്കുന്ന വേളയിൽ ചില വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും 3 വിദ്യാർത്ഥികളെയാണ് കേസുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അഭിരാജ്, അതോടൊപ്പം തന്നെ ആകാശ്, ആദിത്യൻ. എന്തായാലും ഈ വിദ്യാർത്ഥികളെ കൂടാതെ നിരവധി പേർ ഈ ശൃംഖലയുടെ ഭാഗമായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതായത് ഈ കൃത്യമായിട്ട് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. അവരാരൊക്കെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾ, അതായത് കളമശ്ശേരി പോളിടെക്നിക്കിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നേരത്തെയും കഞ്ചാവുമായി ബന്ധപ്പെട്ട് കേസുകളിൽ അകപ്പെട്ടിട്ടുണ്ട്. കഞ്ചാവ് ഉപയോഗിച്ചതിനും കഞ്ചാവ് കൈവശം വെച്ചതിനും കേസുകളിൽ പെട്ടിട്ടുണ്ട്. അവർ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് നിരീക്ഷണം നടത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. എന്തായാലും നാളുകളായിട്ട് ക്യാമ്പസിനുള്ളിൽ ലഹരി ഉപയോഗം ശക്തമാണ്. അത് അധ്യാപകരുടെ ഭാഗത്തു നിന്നും മറ്റ് വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും വകുപ്പ് മേധാവികളുടെ ഭാഗത്തു നിന്നും അതിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ക്യാമ്പസ് ഹോസ്റ്റലിനുള്ളിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നത് ഒരു യൂണിയൻ ഭരിക്കുന്ന, ഒരു യൂണിയനിലെ പെട്ട ഒരു ഭാരവാഹി കൂടിയാണ്. SFI കാലാകാലങ്ങളായിട്ട് ഭരിക്കുന്ന ക്യാമ്പസാണ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്. അവിടുത്തെ SFIയുടെ തന്നെ യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജാണ് ഈ പിടികൂടിയ വിദ്യാർത്ഥികളിൽ ഒരാൾ. എന്തായാലും അഭിരാജിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ കഞ്ചാവ് വിൽപ്പനയ്ക്ക് പിന്നിൽ. അതിന് പിന്നിൽ ചില പൂർവ്വ വിദ്യാർത്ഥികളും ഉണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പോലീസ് എത്തുന്ന സമയത്ത്, അതായത് പോലീസും ഡാൻസ് ഓഫ് സംഘവും ക്യാമ്പസിലെ ഹോസ്റ്റലിൽ എത്തുന്ന സമയത്ത് ഈ റൂമുകളിലെ വിദ്യാർത്ഥികൾ ഈ കഞ്ചാവ് ഓരോ പൊതികളിലാക്കുന്ന തത്രപ്പാടിലായിരുന്നു. അതായത് കഞ്ചാവ് ചെറിയ പൊതികളിലാക്കി വിൽപ്പന ആവശ്യക്കാർക്ക് നൽകുക എന്നുള്ളതായിരുന്നു അവർ ലക്ഷ്യമിട്ടിരുന്നത്. ഇതിനു വേണ്ടിയിട്ട് അളവ് തൂക്ക ഉപകരണങ്ങൾ അടക്കം, ത്രാസുകളടക്കം എല്ലാം ഈ 2 റൂമുകളിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2 റൂമുകളിൽ നിന്നുമാണ് ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണം ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് സാങ്കേതിക വകുപ്പ് അധികൃതരും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് SFI നേരത്തെ ലഹരിമുക്തമായിട്ടുള്ള ക്യാമ്പയിനുകൾ അടക്കം നടത്തിയൊരു സാഹചര്യമുണ്ട്. അതേ SFIയുടെ യൂണിയൻ ഭരിക്കുന്ന ക്യാമ്പസിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഭാരവാഹി തന്നെ ഈ കഞ്ചാവ് വിൽപ്പനയ്ക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മാത്രമല്ലല്ലോ രേഷ്മ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ മുൻകാലങ്ങളിലും ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കം ഈ പലവിധ ലഹരി കേസുകളിൽ, കഞ്ചാവ് കേസുകളിൽ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട്. അതിനിടയിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഈ ക്യാമ്പസുകൾ ലഹരിമുക്തമാക്കാനുള്ള SFIയുടെ ഈ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ പ്രഹസനമൊക്കെ ഉണ്ടായിരിക്കുക ഇവിടെ.
നേരത്തെ തന്നെ എല്ലാ സർവകലാശാലകളിലും ക്യാമ്പസുകളിലും അവരുടെ SFIയുടെ യൂണിറ്റുകൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മറ്റ് പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായിട്ട് ഇടപെടണമെന്നുള്ള നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മഹാരാജാസിലാണെങ്കിലും മറ്റ് ക്യാമ്പസുകളിലും ഒക്കെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഈ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ പെട്ടെന്ന് പോലീസ് നടത്തിയ റെയ്ഡിൽ ഇത്രയധികം കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. ആദ്യം 10 കിലോയോളം കഞ്ചാവിന്റെ വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷേ FIRലടക്കം 1.9 കിലോഗ്രാം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് 2 വിദ്യാർത്ഥികളിൽ നിന്നും മിനിമം ക്വാണ്ടിറ്റി പിടികൂടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കഞ്ചാവ് വിൽപ്പനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നവർ അല്ലെങ്കിൽ കഞ്ചാവ് ക്യാമ്പസിലെ മെൻസ് ഹോസ്റ്റലിൽ എത്തിച്ചിരുന്നത് പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ്. അവർ തന്നെ നൽകിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് ഇന്നലെ തന്നെ അന്വേഷണം നടത്തുകയും അതോടൊപ്പം തന്നെ പരിശോധന നടത്തുകയും ചെയ്തത്. എന്തായാലും ഹോളി ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിച്ചതെന്നാണ് നിലവിൽ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള മൊഴി. എന്തായാലും SFIയുടെ ഭാരവാഹി തന്നെ പ്രതിപട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ശരി രേഷ്മ.